മുസ്ലിം ഓണാഘോഷമാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഓണക്കാലാകുമ്പോൾ ഇതൊരു പതിവായിട്ട് മാറിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പുതിയതോ പഴയതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വരും. നിങ്ങൾ ഓണം ആഘോഷിക്കരുത് മക്കളെ, ഓണസദ്യ കഴിക്കരുത്, ഒരു നേരത്തെ അൽഫാം മന്തി കഴിച്ചാൽ അതിനുള്ള പ്രോട്ടീൻ എങ്കിലും കിട്ടും, അതുകൊണ്ട് ഓണസദ്യ കഴിച്ച് വെറുതെ പള്ള കേടാക്കാൻ നിൽക്കേണ്ട മക്കളെ, വേഗം പൊരേ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രസംഗങ്ങൾ പുറത്തു വരും. അതോടെ മുസ്ലിങ്ങൾക്ക് ആവേശം കൂടും. എല്ലാ പ്രാവശ്യത്തേക്കാളും അടിപൊളിയായിട്ട് ഇവർ ഓണം ആഘോഷിക്കുകയും ചെയ്യും. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഓണക്കാലം കടന്നു പോകുന്നത്. ആക്ച്വലി ഇവിടെ ഉസ്താദന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ എത്രയോ കാലം മുമ്പ് ഇവിടെ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഇതുപോലെ ഓണം ആഘോഷിക്കരുത്, ഓണസദ്യ കഴിക്കരുത് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാശി കൂടല്ലോ. എന്നാൽ പിന്നെ ആഘോഷിച്ചത് തന്നെ കാര്യം എന്നൊരു മൈൻഡ് ആവും എല്ലാവർക്കും. അങ്ങനെ കൂടുതൽ ആവേശത്തോടെ ആഘോഷിക്കും, അതാണ് ഉണ്ടാവാറ്. എല്ലാ പോലെ ആരെങ്കിലും ഇതേപോലെ ആയിട്ട് ഓണാഘോഷത്തിനെതിരെ സംസാരിച്ച് ആവേശം കൂട്ടാറുണ്ട്. ഇത്തവണ അതിനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മുടെ മുബിത്താത്തക്കാണ്. ഏത് മുബിത്താത്ത? നമ്മൾ മൂവീസ് പാരഡൈസിലെ മറ്റേ താത്തല്ലേ, ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ച് പെൺകുട്ടിക്കെതിരെ വീഡിയോ ചെയ്ത് എയർലായ താത്ത, ആ താത്ത തന്നെ. ആക്ച്വലി നമ്മുടെ മുബിത്താത്ത ഓണാഘോഷത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോളേജുകളിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നതിനിടയിലാണ് താത്തനെ മറ്റേ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നതിനെതിരെ സംസാരിക്കുന്ന വീഡിയോ വൈറലായത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണത്തെ ഓണാഘോഷത്തിന് സകല മുസ്ലിം പെൺകുട്ടികളും സെറ്റ് സാരി ഇട്ട് ഡാൻസ് കളിക്കുന്നു. മുബിത്താത്ത ഡാൻസ് കളിക്കരുത് എന്നും പറഞ്ഞ് അതിനുള്ള വാശിക്ക് കളിച്ചതൊന്നും അല്ല കേട്ടോ ആരും. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് കോളേജുകളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓണാഘോഷം നടക്കാറുള്ളത്. പക്ഷെ ഇത്തവണ അതിന് ക്രെഡിറ്റ് മുഴുവനും മുബിത്താത്തക്ക് കിട്ടിയെന്ന് മാത്രം. അങ്ങനെ സെറ്റ് സാരി എടുത്ത് മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന ഓരോ റീൽസുകൾക്ക് താഴെയുള്ള കമന്റ് ബോക്സിലും ആളുകൾ മുബിത്താത്തിനെ സ്മരിക്കാൻ തുടങ്ങി, ട്രോളാൻ തുടങ്ങി. പക്ഷെ മുബിത്താത്തൊന്നും അതിനെതിരെ പ്രതികരിച്ചില്ല. പകരം ഒരു മാസ് വീഡിയോ അങ്ങോട്ട് ചെയ്തു. പലരും പലതും അറിഞ്ഞ് നമ്മളെ പ്രൊവോക്ക് ചെയ്യും, പക്ഷെ ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്താത്തൊരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. 2 ദിവസം മുമ്പ് ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവെഞ്ച് എന്താണെന്നറിയോ? സ്റ്റോപ്പ് റിയാക്ടിങ്. നിന്നെ ദേഷ്യപ്പെടുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നോ? ഡോണ്ട് റിയാക്ട്. നിന്നെ കളിയാക്കുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ മോശമാക്കുന്നുണ്ടല്ലേ? ഡോണ്ട് റിയാക്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ നിന്നാൽ യു ബിക്കം വീക്ക് ആൻഡ് ദേ ബിക്കം സ്ട്രോങ്. എന്തായാലും താത്തന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ഈ വിഷയത്തിൽ താത്തൊന്നും പ്രതികരിക്കില്ല എന്നായിരുന്നു. പക്ഷെ ഇന്നലെ നോക്കുമ്പോൾ ഇഷ്ടം ഓണം ഡാൻസുമായി ബന്ധപ്പെട്ട് താത്ത ചറപറാന്ന് 4-5 വീഡിയോസ് ചെയ്തു വെച്ചേക്കുന്നു. നിങ്ങൾ റിയാക്ട് ചെയ്യരുത്, റിയാക്ട് ചെയ്താൽ നിങ്ങൾ വീക്കാകുമെന്നൊക്കെ വെച്ച് കാച്ചിയ താത്ത തന്നെ താത്തക്കെതിരെ ചെയ്ത ഏതോ പെൺകുട്ടിക്കെതിരെ ചുട്ട മറുപടി ഒക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് താത്തന്റെ വാക്കൊന്നും പ്രവൃത്തി വേറൊന്നുമാണെന്ന് അർത്ഥം. എന്തായാലും നമുക്ക് സമയം കാലത്ത് താത്ത ചെയ്തു വെച്ച ഓരോ വീഡിയോകളൊന്ന് കണ്ടു നോക്കാം. താത്ത വന്ന് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ബോംബ് ഇട്ടു. ആരുടെ മുന്നിലിട്ടത്? നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക്. ഓരോ എടുത്ത് തിരിച്ച് താത്താന്റെ എണ്ണത്തിന് വിട്ട്. നിങ്ങൾ അഭിനയിച്ചു തന്നില്ല എത്താത്ത. ഞാൻ വിചാരിച്ചു നിങ്ങൾ ശരിക്കും കാര്യമാണെന്ന്. അല്ല, മുസ്ലിങ്ങൾക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ പാടുണ്ടോ? അതും ക്യാമറക്ക് മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പ്രബോധനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഡയറക്റ്റായി പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത്? ഇത്ര ഡ്രാമാറ്റിക് ആവുന്നത് ഇസ്ലാമികപരമായി ശരിയാണോ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. എന്താ നിങ്ങൾ ബാക്കിയോട് പറഞ്ഞട്ടെ. അയ്യോ, ആരോടാണ് ഈ വാശി? ആരോടാ? എന്നോടോ അതോ റബ്ബിനോടോ? താൻ ചെയ്ത പാപത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം, വേറെ ആരും അനുഭവിക്കത്തില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, കേൾക്കാൻ ആഗ്രഹമുള്ളവർ കേട്ടു, ഒഴിവാക്കി. അല്ലാത്തവർ ഇങ്ങനെ ഓരോന്ന് ചെയ്തു. അതിനൊരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ കൊണ്ടുവരുന്നത്? മിണ്ടാതിരുന്നാ പോരേനോ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും മറുപടി കൊടുക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്ത് പറ്റി? ബാക്കി പറഎന്തായാലും അവരുടെ പേരൻസിന് കുഴപ്പമില്ല, അവർ വിട്ടു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹറാം ഈസ് ഹലാൽ. ഹറാം ഈസ് ഹറാം. അത് എത്ര വലിയ ആൾ ചെയ്താലും സിനിമ താരം ചെയ്താലും അത് ഹലാൽ ആവൂല. അത് തന്നെയാണ് എനിക്കും പറയണത്. ഹറാം ഈസ് ഹറാം. അതിപ്പോ ഇനി മുബിത്താത്ത് ചെയ്താലും ഹറാം ഒരിക്കലും ഹലാൽ ആവൂല. അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. എന്തായാലും അടുത്ത വീഡിയോ നോക്കാം. അപ്പൊ തുടങ്ങല്ലേ, കേൾക്കട്ടെ എന്താണ്. ചില അമ്മായിമാരുണ്ട് ആയ കാലത്ത് സകല ഉടായ്പകളും ഹറാമ്പർക്കും കാണിക്കും. എന്നിട്ട് കുറച്ച് പ്രായമാകുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ ഉപദേശിക്കാൻ പറ്റും. തട്ടണം, ഡാൻസ് പഠിക്കും. അങ്ങനത്തൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇതൊക്കെ എന്താണ്? മണി മാറ്റേഴ്സ്. ഇവർക്ക് വേണ്ടി കൈയടിക്കുന്ന ആളുകളുടെ കൈയടികൾ ഇവർ ഡോളറാക്കി മാറ്റി. പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടെയാണ് വലുത്? കമ്പനിന്റെ വീഡിയോസ് ആണ് വലുത്? നമ്മുടെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇവരുടെ വീഡിയോ കണ്ടിട്ട് വേണം നന്നാവാൻ. അതിനൊക്കെ അവരുടെ ഫാമിലി ഇല്ലേ, വീട്ടുകാരില്ലേ? അപ്പോൾ മോളുടെ പ്രശ്നം ഞാൻ ഡോളർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അല്ലേ? എന്നാൽ ആ പരിഭവം ഞാനങ്ങ് മാറ്റിത്തരാം. യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കൂടി ചേർന്ന് ഏകദേശം 1 മില്യൺ അൽഹംദുലില്ലാ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. $1 പോലും എനിക്ക് ഇതിന് വരുമാനമില്ല എന്നുള്ളതാണ് സത്യം. ഇനി ആർക്കെങ്കിലും അതിന് തെളിവ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നിന്നും $1 വരുമാനം ഇല്ല എന്നുള്ളതാണ് മുബിത്താത്ത പറഞ്ഞു വെക്കുന്നത്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. താത്ത പറഞ്ഞ പോലെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഇനി മുമ്പ് മോണിറ്റൈസ്ഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ താത്ത ഇപ്പോൾ യൂട്യൂബിൽ അധികം ആക്റ്റീവ് അല്ല, വലിയ റീച്ചും ഇല്ല. അതുകൊണ്ടും തന്നെ മോണിറ്റൈസ്ഡ് ആയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അല്ല, പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ. എന്തായാലും ബാക്കി നോക്കാം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? പ്രൊമോഷൻ. ഡെയിലി 3-4 പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ തീരുമാനിച്ചത് ഇനി മുതൽ മേക്കപ്പ് ഇടുന്നില്ല, ഒഴിവാക്കുകയാണ്. വസ്ത്രധാരണം മാറ്റി, മ്യൂസിക് ഒഴിവാക്കി, പെർഫ്യൂം ഒഴിവാക്കി, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി. ആരും നിർബന്ധിച്ചിട്ടല്ല കേട്ടോ, എനിക്ക് സ്വയം തോന്നി. എന്നാ പിന്നെ നിങ്ങളും ആരെയും നിർബന്ധിക്കണ്ടേ? എല്ലാവരും ഇതേപോലെ സ്വയം തോന്നുമ്പോൾ അങ്ങോട്ട് നിർത്തിക്കോളും. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. കാരണം പ്രൊമോഷൻസ് നഷ്ടപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്.
എനിക്ക് ആ വരുമാനം വേണ്ടാന്ന് വിചാരിച്ച് തന്നെ അതില്ലാതെ വിളിക്കുന്നവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും. ഇനി എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു? വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഇത്രത്തോളം മാറ്റം അൽഹംദുലില്ലാ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് ഞാൻ ഇങ്ങനെ കാണുന്ന റീൽസിൽ വരുന്ന ദീനിപരമായിട്ടുള്ള വീഡിയോസിനുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ അറിവുകൾ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായി. അതുകൊണ്ട് തന്നെ ഞാനും അത് തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എൻ്റെ പാസ്റ്റ് വീഡിയോസ് അതിൽ ഒരു കുഴപ്പമില്ല, ആകെ മേക്കപ്പും മ്യൂസിക്കും മാത്രമേ ഉള്ളൂ. മാന്യമായി വസ്ത്രവും ധരിച്ച് തട്ടവും ഇട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. വളരെ മാന്യമായിട്ട് ഹിജാബ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഡാൻസ് കളിച്ചു, അത്രേ താത്ത ചെയ്തുള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് താത്ത ഇപ്പൊ ജസ്റ്റ് പറഞ്ഞത്. പിന്നെ പഴയ വീഡിയോകളിൽ വെറും മ്യൂസിക്കും മേക്കപ്പും മാത്രമേ ഉള്ളൂ, അതും കുഴപ്പമില്ല എന്നാണ് താത്ത പറഞ്ഞത്. അല്ല, അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊ ശരിക്കും കുഴപ്പം? പിന്നെ എന്തിനാണ് കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ കുഴപ്പമുണ്ടാക്കുന്നത്? ഒരു കുട്ടി ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചതിനല്ലേ നിങ്ങൾ ഈ കണ്ട പൊല്ലാപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്? എന്നിട്ടിപ്പോ എന്റെ പണ്ടത്തെ വീഡിയോയിൽ ഒരു കുഴപ്പമില്ല, ആകെ മ്യൂസിക്കും മേക്കപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ. പണ്ട് ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചതൊന്നും കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഇത് ഇസ്ലാമിൽ പുതുതായിട്ട് വന്ന നിയമമായിരിക്കില്ലേ? കൊള്ളാം, എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ചിലപ്പോൾ പാസ്റ്റ് നോക്കുമായിരിക്കും, പക്ഷേ എൻ്റെ റബ്ബ് പാസ്റ്റ് അല്ല എൻ്റെ പ്രസന്റാണ് നോക്കുന്നത്. എനിക്കത് മതി. മനസ്സിലായോ? ആർട്ടിയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പിന്നെ വീട്ടുകാരും നാട്ടുകാരും വിചാരിച്ചിട്ട് പോലും നന്നാകാത്ത ആളുകൾ ഇനി നന്നാകണം എന്നുണ്ടെങ്കിൽ റബ്ബ് തന്നെ വിചാരിക്കണം. നന്നാവട്ടെ, എനിക്കത്രയേ ഉള്ളൂ. അതെ, എല്ലാവരും നന്നാവട്ടെ, നമുക്ക് അത്രേ ഉള്ളൂ. എല്ലാവരും നന്നായി കണ്ടാൽ മതി. എന്തായാലും താത്തൻ അടുത്ത വീഡിയോ കണ്ടോക്കാം. ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടരില്ലേ, ഇവരാണ് കാരണം. ഒന്ന്, എന്നാലൊരു കാര്യം പറയട്ടെ, കുട്ടികൾ ഡാൻസ് കളിക്കാൻ നിങ്ങളും അല്ല കാരണം. നിങ്ങളിപ്പോ ഫോട്ടോയിൽ കാണിച്ച ആൾക്കാരുണ്ടല്ലോ, അവരും അല്ല കാരണം. കുട്ടികൾക്ക് ഡാൻസ് കളിക്കണമെന്ന് തോന്നി അവര് കളിച്ചു. അവര് കോളേജിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതം ആഘോഷിക്കാനും കൂടിയാണ്. ആകെ ജീവിതത്തിൽ ആഘോഷിക്കാൻ കിട്ടുന്ന കുറച്ച് സമയങ്ങളല്ലേ ഉള്ളൂ. അതൊക്കെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കാലമാണ്. പിന്നെ ജോലിയും കല്യാണം മക്കളും പ്രാരാബ്ദമൊക്കെ ആയിട്ട് ലൈഫ് അങ്ങനെ പോകും. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ലോഡ് പഠിക്കാനുണ്ടാകും. അതിനിടയിലാണ് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇതൊക്കെ ഈ പ്രായത്തിൽ പറഞ്ഞ പണ്ട് ഇത്രയും റിച്ചായി ആഘോഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കാലം മാറി. പണ്ട് ആഘോഷിക്കാൻ കഴിയാതെ വിഷമിച്ചിരുന്ന ആളുകളെല്ലാം ഇന്ന് മാതാപിതാക്കളായി മാറി. അവരുടെ മക്കളൊക്കെ കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആഘോഷിക്കാൻ കഴിയാത്തതൊക്കെ മക്കളൊക്കെ അങ്ങോട്ട് ആഘോഷിക്കട്ടെ എന്ന് അവരങ്ങ് തീരുമാനിച്ചു. പിന്നെ ഇപ്പോഴത്തെ മക്കളും പണ്ടത്തെ പോലെ അല്ലല്ലോ, വേൾഡ് വൈഡ് എക്സ്പോഷർ ആണ് ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാട് ഒരുപാട് മാറി. സംസ്കാരം മതം എന്നതിനപ്പുറത്തേക്കൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ പ്രായത്തിൽ അവർ ഡാൻസ് കളിക്കും, പാട്ട് പാടും. അത് നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടൊന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കുറെ ഇൻഫ്ലുവൻസർമാരുണ്ടല്ലോ, അവർ സപ്പോർട്ട് ചെയ്തത് കൊണ്ടുമല്ല. ഇതൊക്കെ ഈ പ്രായത്തിൽ എല്ലാവരും ചെയ്യുന്നതാണ്, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കി പറഞ്ഞാലും മുസ്ലിം നാമധാരികൾ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? 3, സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു? അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ശൈത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോവരുത്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വ്ളോഗേഴ്സായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. അതിന്റെ വല്ലാത്തൊരു അച്ചീവ്മെന്റ് തന്നെ. നാട്ടിലുള്ള ഓണപരിപാടികൾക്കൊക്കെ വിളിച്ച് ഇത്താത്തൊക്കെ ഒരു പൊന്നാട് അണിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഒരുപാട് വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബിട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനാക്കില്ല. മുബിത്താത്ത ഒരു കില്ലാടി തന്നെ. ലോകം മുഴുവനും എതിരെ നിന്നാലും മുബിത്താത്ത കുലുങ്ങില്ല, വാക്ക് മാറ്റില്ല. പക്ഷെ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തെ റിയാക്ഷൻ വീഡിയോ ആണ് തത്ത ചെയ്യുന്നത്. അതൊന്നും പക്ഷെ പ്രശ്നമില്ല, തത്ത മാസമല്ലേ. എന്തായാലും അടുത്ത വീഡിയോ കണ്ടോക്കാം. മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. കാലഘട്ടം മാറിയേ, പിള്ളേരൊക്കെ വേറെ ലെവലാണ്. അവരൊക്കെ അവരുടെ വഴിക്ക് വിടും. നിങ്ങൾ ഈ ഓണം കഴിയുന്നത് വരെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പരിസരത്തോട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുരു പൊട്ടും, ഇല്ലെങ്കിൽ പിള്ളേര് പൊട്ടിക്കും. കാരണം പിള്ളേർ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. ഇതുപോലെ അവരതെടുത്ത് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ അത് കാണും, പിന്നെ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നത്തെ തലമുറയിലെ മുസ്ലിം പെൺകുട്ടികളോട് ഡാൻസ് കളിക്കരുത്, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല. കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം?
ഇസ്ലാം എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ചരിത്രം എന്താണെന്നറിയോ? ഇസ്ലാമിൽ ഹിജാബിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? വായിൽ നാവുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി വിഡ്ഢിത്തം പറയാൻ നിൽക്കരുത്. ട്രെൻഡിനനുസരിച്ച് മാറ്റാനുള്ളതല്ല ഇസ്ലാം. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ഉണ്ടാകും. അതനുസരിച്ച് ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട് മോളെ. ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഇതിലെവിടെ തിരുവാതിര? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അതിമനോഹരമായിട്ട് ഓണത്തിന് തിരുവാതിര കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെവിടെ? ഹിജാബ് ധരിച്ച് 25, 30, 40, 50 ഗ്രൂപ്പ് ഡാൻസുകൾ നടത്തുന്ന പെൺകുട്ടികളിൽ എല്ലാവരും മുസ്ലിംസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് മതം പറയരുതെന്ന് പറയാൻ നിങ്ങളാരാ? സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയാണോ? അതെ, സംസാരിക്കാൻ കഴിവുണ്ട്, കുറച്ച് കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി മറ്റാർക്കും ആ കഴിവില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ റെജി. അത് ശരി, താത്ത എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തേലാവട്ടെ, പറഞ്ഞു മടുത്തു. എന്തായാലും അതിന്റെ ഇടയിൽ കൂടി നമ്മുടെ അൻസാർ ഉസ്താദിന്റെ ഒരു രസകരമായിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ എന്തായാലും കൂടി കണ്ടുനോക്കാം. എന്റെ കൂട്ടുകാരൻ അപ്പു അവനെനിക്ക് ഓണമായിട്ട് എടുത്തു തന്നെയാ ഷർട്ട്. പെരുന്നാൾ അവന് ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. എല്ലാവരും കളറാകട്ടെ. ഏവർക്കും എന്റെയും കുടുംബത്തിന്റെ ഒരു അടിപൊളി. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ്. അത് ഏത് പുരാണാകെ ഇതിഹാസമാകാം. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ ചോദിച്ചത്. അവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പാടി എന്നെ തേച്ച്, ആ പാട്ടും പാടി നടന്ന് എന്നെ തേച്ച്. അപ്പൊ മാവേലി ആരുമല്ല. പിന്നെ പുരാണത്തിൽ പറയുന്നു മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ട്. കാരണം മഹാബലി എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും നമ്മളെ ഭരിക്കേണ്ടത് നമ്മൾ. അത് ഞാൻ ഒരാശംസം പറയുന്നില്ല, പോയി കയ്യിൽ പോയി. ഓ ഇപ്പോൾ ശ്രീകൃഷ്ണനെയും കംസനെയും, കൃഷ്ണൻ കീഴാളന്റെ ആളും കംസൻ സവർണന്റെ ആളും ഒക്കെ അമ്മാനും മരുവിനാണ്. സുമേഷെ കറക്കി വിട് ഉസ്താദ് ചിരിപ്പിച്ചു കൊല്ലും. എന്നാലും ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കണം. സംഘികൾക്ക് ഓണമെന്ന് പറഞ്ഞാൽ വാമന ജയന്തിയാണ്. മഹാബലി ഉടായ്പായിരുന്നു, അതുകൊണ്ടാണ് വാമനനെ ഇറക്കി അയാൾ ചവിട്ടി താഴ്ത്തിയത് എന്നാണ് സംഘികളുടെ പക്ഷം. അത് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രപിതാവിനേക്കാളും രാഷ്ട്രപിതാവിനെ വധിച്ചവനെ സപ്പോർട്ട് ചെയ്യുന്ന ടീമല്ലേ, അപ്പൊ പിന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സംഘികൾ ഒരു വശത്ത് ഓണമല്ല വാമന ജയന്തിയാണെന്ന് പറയുന്നു. ചില ഉസ്താദുമാരാണെങ്കിലോ ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾ അതിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നു. അതിനിടയിൽ നമ്മുടെ അൻസാർ ഉസ്താദ് ഓണാശംസകളുമായി ഓരോ കോമഡി വീഡിയോകൾ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തായാലും ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഓണക്കാലത്ത് ആശിക് ദാരിമി എന്ന് പറഞ്ഞൊരു ഉസ്താദിന്റെ പ്രസംഗം വൈറലായിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടിട്ടുണ്ടാകും. ഞാൻ ആണെങ്കിൽ ഒന്നുകൂടെ ഇവിടെ പ്ലേ ചെയ്യാം. നമ്മുടെ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാൻ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ട തടഞ്ഞു നിർത്തേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. കണ്ടല്ലോ, ആ വീഡിയോ ക്ലിപ്പ് വൈറലായതോടെ ഉസ്താദിനെതിരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വർഗീയത പരത്താൻ ശ്രമിച്ചെന്ന് അടക്കം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ മറുനാട് മലയാളിയിൽ ഉസ്താദ് ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ട ശേഷം നമുക്ക് നിർത്താം. ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ ബോർഡറായിട്ട് ഒരു സ്ഥലത്തൊരു പ്രസംഗിച്ച പ്രസംഗമാണ്. ഏകദേശം ആ ഒരു സമയം എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കുന്നൊരു സമയം തന്നെയാണ്. ആ ഒരു സമയത്ത് പ്രസംഗത്തിന് പോയ സമയത്ത് അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഇതുവരെ ഉസ്താദെ നമ്മുടെ നാട്ടിൽ ഓണാഘോഷം മറ്റൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളോട് അതിൻ്റെ ആ ഒരു ഓണം ആഘോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ നമ്മുടെ പെൺകുട്ടികൾ ഡ്രസ്സ് ധരിച്ച് ചാടാൻ പോകുന്നു, തുള്ളാൻ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് ഒരു 3 കൊല്ലം മുമ്പത്തെ പ്രസംഗത്തിൽ അവിടുത്തെ സംഘാടകർ പറഞ്ഞത് പ്രകാരം പ്രസംഗിച്ച പ്രസംഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച മുമ്പ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളിത് എഡിറ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളോട് ഇതിനെ പറ്റിയിട്ട് ഒരു കണ്ടൻറ്റ് ആ ഒരു 3 കൊല്ലം മുമ്പത്തെ കണ്ടൻറ്റ് എന്ത് ചെയ്തു അപ്ലോഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൻ്റെ പുറമെ നമ്മുടെ നാട്ടിലുള്ള ബ്ലോഗർമാരും മറ്റ് ഇൻഫ്ലുവൻസർമാരെല്ലാം ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ മാത്രം കട്ട് ചെയ്തിട്ട് അതൊരു വർഗീയതയിലേക്ക് കടത്തുന്ന രീതിയിലേക്ക് അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത്, അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്,
ഇസ്ലാം മത വിശ്വാസികളോടാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓണം ആഘോഷിക്കരുതെന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് അതിലുദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല അതൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ പുന്നപ്ര എന്ന് പറയുന്ന സ്വദേശമാണ്. ഞാൻ ഏകദേശം എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-12 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കം ഒരു ഹൈന്ദവ സഹോദരിയാണ്. ഞാൻ അവരുടെ വീട്ടിലാണ് ഏകദേശം ഒരു 12 വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ടുണ്ടായത്. ഞാൻ ഇപ്പോഴും അവരെ അമ്മയെന്നാണ് വിളിക്കുക, അച്ഛ എന്നാണ് ഞാൻ അവരെ വിളിക്കുക. ഞങ്ങൾ പരസ്പരം അത്രത്തോളം ബന്ധമുള്ളവരാണ് ഹൈന്ദവ സഹോദരങ്ങളായിട്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രസക്തമായിട്ട് ഞാൻ ഏറ്റവും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് തട്ടം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ കോളേജുകൾ അത്തപ്പൂക്കള മത്സരങ്ങൾ അതും ഇതൊക്കെ നടക്കുമ്പോൾ സെറ്റ് സാരി എടുത്തുകൊണ്ട് അവരുടെ ശരീരം മറക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് ആ ഒരു പ്രസംഗത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകളത് ഒരു ഒടിച്ചു മടക്കിയിട്ട് ആഷിഖ് എന്ന് പറയുന്ന പ്രഭാഷകൻ വർഗീയത തുപ്പി എന്ന് പറഞ്ഞ രീതിയിൽ അത് ആക്കി തീർക്കുന്നത് എന്നതിന് ശ്രമം എന്നറിയില്ല. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയുടെ എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഭീഷണി വരെ വരുന്നുണ്ട്. ഇത് നമ്മുടെ തൊട്ട അയൽവാസി ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം വന്ന് നമ്മളെ ഒരു രമേശ് എന്ന് പറയുന്ന സഹോദരനാണ്, അല്ലെങ്കിൽ സുനിൽ എന്ന് പറയുന്നൊരു സഹോദരനാണ്. അവർ വന്നിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയും നമ്മൾ പോയി ഓണസദ്യ കഴിക്കുന്നതിന് ഇസ്ലാം യാതൊരുവിധ തടസ്സവും പറയുന്നില്ല. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊരു ചേച്ചി വന്നിട്ട്, ഇപ്പോൾ എൻ്റെ ഉമ്മ ഷൈമ എന്ന് പറയുന്ന സഹോദരി, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് എൻ്റെ ഉമ്മാനോട് പറയാം, ഷൈമ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, ഓണസദ്യ ഉണ്ടാക്കണം, ആളില്ല, ഒന്ന് കൂടെ വരുമെന്ന് ചോദിച്ചാൽ അതിൽ പോയി പങ്കെടുക്കണമുണ്ട്. ഇസ്ലാമിൽ യാതൊരുവിധ കുഴപ്പമില്ല. അതിനു പുറമെ നമ്മൾ സെറ്റ് സാരി എടുത്ത് അല്ലെങ്കിൽ തലമറക്കാതെ അല്ലെങ്കിൽ മഫ്ത് ഇട്ട് തന്നെ ഡാൻസ് കളിക്കാൻ പോവുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇസ്ലാം പറയാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും അതിനെതിരെയാണ് ഈ ഒരു പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തട്ടമിട്ട് ഡാൻസ് കളിച്ചാലും തട്ടമിടാതെ ഡാൻസ് കളിച്ചാലും പ്രശ്നമാണെന്നാണ് ഉസ്താദ് പറയുന്നത്. പിന്നെ സെറ്റ് സാരി എടുക്കരുത്, ഔറത്ത് മറക്കണം. ഔറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു സ്ത്രീ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറക്കണം എന്നാണുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഉസ്താദ് പറയുന്നത്. സദ്യ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. ശരിയാണ്, ആ പ്രസംഗത്തിൽ മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടില്ല. സദ്യ പോലും കഴിക്കരുതെന്ന് പറഞ്ഞ ഉസ്താദുമാർക്ക് ഇവിടെ വേറെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആഷിഖ് ഉസ്താദ് എത്രയോ ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് പരിപാടിയുടെ സംഘാടകർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അങ്ങ് പ്രസംഗിച്ചു വരും. അങ്ങനെ സംഘാടകർ പറഞ്ഞത് പ്രകാരമാണ് അവിടെ അങ്ങനെ പ്രസംഗിച്ചത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്തായാലും അതെല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ശരീരം നല്ലോണം മറിക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ശരീരം ഒക്കെ നല്ല രീതിയിൽ മറിച്ച് ഒരു സെറ്റ് സാരിക്ക് കൊടുത്ത് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്താൽ കുഴപ്പമുണ്ടോ? അല്ല, എന്റെ ഒരു സംശയമാണ്. ഇതെന്താണെന്നറിയോ? ഓണെന്ന് പറഞ്ഞാൽ പൂക്കൾ എടുക്കുക, സദ്യ കഴിക്കുക, ഓണക്കളികൾ കളിക്കുക, മൊത്തത്തിലൊന്ന് ആഘോഷിക്കുക, ഇതൊക്കെയാണ് ഓണത്തിന്റെ പരിപാടികൾ എന്ന് പറയുന്നത്. ഈ ഡാൻസും പാട്ടും ഒക്കെ അതിന്റെ ഒരു ഭാഗമായി വരുന്നു എന്നേ ഉള്ളൂ. അതിപ്പോ ഓണത്തിന് മാത്രമല്ല, കോളേജിൽ എന്ത് പരിപാടി ഉണ്ടായാലും പിള്ളേർ ഡാൻസ് കളിക്കും. സോ ഡാൻസും ഓണവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഓണം ആഘോഷിക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഡാൻസ് കളിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊന്നും പറഞ്ഞതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഓരോരുത്തരുടെയും ചോയ്സ് ആണെന്ന് മനസ്സിലാക്കുക, അതിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. മുബിത്താത്തക്കാണെങ്കിലും മുസ്താദിനാണെങ്കിലും ഒഫൻസീവ് അല്ലാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അത് ഉൾക്കൊള്ളണമോ തള്ളിക്കളയണമോ വിമർശിക്കണമോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഒന്നും പേഴ്സണൽ ആയിട്ട് എടുക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.